അവങ്ങളെ നമ്മളെ മട്ടൻ ബിരിയാണിക്കുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ നിഷാദിന്റെ സ്പെഷ്യൽ കണ്ണൂർ തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറയല്ലേ. അപ്പൊ നമ്മുടെ നിഷാദിന്റെ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി നമ്മളിവിടെ നാട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിവിടെ എല്ലാ പ്രോഗ്രാമിനും ഉണ്ടാക്കുന്ന മട്ടൻ ബിരിയാണിയാണ്. അപ്പൊ അതിന്റെ വീഡിയോ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം. അപ്പം എന്താ നമ്മളിവിടെ ഒരു 4 കിലോ അരി കൊണ്ടാണ് മട്ടൻ ബിരിയാണി വെക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഒരു 5 കിലോ അരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ 2 വല്യുള്ളി, 4 തക്കാളി, 150 ഗ്രാം ഇഞ്ചി, 150 ഗ്രാം വെളുത്തുള്ളി, 200 ചെറിയുള്ളി, 200 പച്ചമുളക്, ഇത്തിരി മല്ലിച്ചപ്പും പുതിനയും, ഇത്തിരി കറിവേപ്പില, ഉപ്പ് പാകത്തിന്, ഗരം മസാല. അങ്ങനെ നമ്മുടെ ചെമ്പ് അടുപ്പിൽ വെച്ച് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് ഇത്തിരി കുരുമുളകും ഇട്ട് നമ്മൾ ഈ വല്യുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുത്ത് നമ്മൾ ഈ ചതച്ച് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൺ പീസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പം നയോമനും കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇന്നലെ അവന് കുക്ക് ചെയ്യണം, ഇന്നും അവന് കുക്ക് ചെയ്യണം. ഇട്ടോ, അടിപൊളി. മട്ടൺ പീസ് ഇട്ടതിന് ശേഷം നമ്മൾ ഇഞ്ചി ചതച്ചതും പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുത്തിട്ടോ. ഇനി തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അരിഞ്ഞു വെച്ച് മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുത്തു. അരി വേവിച്ചിടാൻ പോവുകയാണ്. അപ്പം അരിക്കുള്ള വെള്ളം ഇവിടെ തിളക്കുന്നുണ്ട്. മസാലയൊക്കെ നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ തിളച്ച വെള്ളത്തിൽ അരി ഇട്ടിട്ട് ഊറ്റി ഇതിൻ്റെ മേലെ ഇടാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് മസാലയിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ നമ്മൾ അരി ഇടുമ്പോൾ. പിന്നെ ദമ്മിലിടുക ചെയ്യുക അല്ലേ. ഈ സമയത്താണ് നമ്മൾ ഗരം മസാല പൊടിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് ദമ്മിടാൻ പോവുകയാണ്. അപ്പോൾ ഒരു 3/4 വേവായ അരി റൈസ് എടുത്തിട്ട് നമ്മൾ ഈ മസാലേൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും വെള്ളം ഇതിലുണ്ട് കേട്ടോ, പാകത്തിന് വെള്ളം ഒപ്പം മസാലേൻ്റെ ഒപ്പം വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇത് ദമ്മിടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ സാധാ ബിരിയാണിക്ക് ദമ്മിടുന്ന പോലെ തന്നെ ഇത്തിരി ചോറിടുക, അതുപോലെ ഉള്ളി മൂപ്പിച്ചതും ഇത്തിരി അണ്ടിയും മുന്തിരി ഇട്ടിട്ട് പിന്നെയും ചോറിടുക, അങ്ങനെ ഇട്ട് ഇത്തിരി മസാലപ്പൊടി ഇട്ടിട്ട് ഇതാ ലാസ്റ്റ് മൈദപ്പൊടി കൊണ്ട് ഇങ്ങനെ കുഴച്ചിട്ട് ചെമ്പിൻ്റെ റൗണ്ടിൽ ചുറ്റും ദമ്മിടാനുള്ള അപ്പം ഉണ്ടാക്കുകയാണ്. പണ്ടൊക്കെ നമ്മളിത് എന്താ പറയുക, ചോറ് വേവുന്നതിന് മുമ്പ് ഇത് നമുക്ക് ദമ്മ് പൊട്ടിക്കുമ്പം തരുമ്പോൾ നമ്മളിത് കഴിക്കാറുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഇത് കഴിക്കലുണ്ടാവില്ല. അപ്പം എന്താ മൈദയൊക്കെ ചെമ്പിൻ്റെ ചുറ്റും വെച്ചതിന് ശേഷം ഇത്തിരി മിൽമ നെയ്യും കൂടി ഇതിൻ്റെ റൈസിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മട്ടൻ ദം ബിരിയാണി റെഡിയായി. അടിപൊളി മസാല കേട്ടോ.